ഓക്കെ, അരവിന്ദിന്റെ റെസ്പോൺസ് ഇല്ല. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഭാഗ്യ, ഹരിത, നമുക്കിന്ന് ലാസ്റ്റ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ആണ്. നമുക്ക് എങ്ങനെ നമ്മളുടെ നമ്മളിപ്പോ ചെയ്ത പ്രൊജക്ടിനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ എക്സിക്യൂഷൻ നമുക്ക് 3 തരത്തിൽ ചെയ്യാം. ഓക്കെ, ഒരു ജാവ പ്രൊജക്ട്, ഒരു ജാവ സെലീനിയം പ്രൊജക്ടിനെ നമുക്ക് 3 തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് യൂസിങ് POM XML, second one using CMD, third one using Jenkins. Okay, 3 തരത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നിരഞ്ജന, പറയടാ. ഇവിടെ വൈഫൈക്ക് എന്താ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫോൺ നെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നെറ്റ് പോയി, ഞാൻ കേട്ടില്ല. ഓക്കെ, സോ പ്രൊജക്ട് എക്സിക്യൂഷൻ, ജാവ സെലീനിയം പ്രൊജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 3 തരത്തിൽ നമുക്ക് പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് യൂസിങ് POM XML, second one is using CMD, and third one is using Jenkins. ഒരു കാര്യം ചെയ്യൂ, ഹരിതയ്ക്ക് സ്ക്രീൻ ഷെയറിംഗ് പറ്റുമോ അതോ ജസ്റ്റ് ഫോളോ ചെയ്യുവാണോ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ്? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നെറ്റ് ഇടയ്ക്ക് പോവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതുവരെ ഇഷ്യൂസ്. ഇപ്പൊ പറഞ്ഞതേ ഒന്നും കൂടെ ആ 3 പോയിന്റ്സ് ഒന്നും കൂടെ പറയാം, ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പറയാമെടാ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, POM XML പിന്നെ CMD പിന്നെ ജെങ്കിൻസ് അതാണോ പറഞ്ഞത്? അതെ, POM, CMD പിന്നെ ജെങ്കിൻസ്. അതായത് സെലീനിയത്തിന്റെ എന്ത് എക്സിക്യൂട്ട് ചെയ്യാനാ? കോഡോ? സെലീനിയത്തിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഭാഗ്യ ഷെയർ ചെയ്തോടെ സ്ക്രീന്. ഹരിതയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് കണ്ടിന്യൂ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണ്ട, ഇല്ലെങ്കിൽ ഷെയർ ചെയ്തോടാ, നിന്റെ ഇഷ്ടമാണ്. നിനക്ക് നെറ്റ്വർക്ക് സ്ലോ ആയാൽ എക്സിക്യൂഷൻ സ്ലോ ആയി പോകും നല്ലോണം. ഓക്കെ. ഫസ്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രോസറി ആപ്ലിക്കേഷന്റെ POM XML ഇല്ലേടാ, POM XML എടുത്തേ, റൈറ്റ് ക്ലിക്ക് ചെയ്യാം POM XML. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് Maven clean. Second one. അപ്പൊ നിങ്ങൾക്ക് കൺസോളിൽ കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവുന്നത് കാണാൻ പറ്റും. എക്സിക്യൂട്ട് ആയിക്കോട്ടെ കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് സക്സസ് എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. യെസ്, ഭാഗ്യക്ക് സക്സസ് ആണ്. ഹരിതയ്ക്ക് സക്സസ് ആയോടാ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. സ്ലോ. ഓക്കെ, സ്ലോനെസ് അത് നെറ്റ്വർക്കിന്റെ സ്ലോനെസ് കൊണ്ട് ഉണ്ടാവും കേട്ടോ. ബിൽഡ് സക്സസ് ആയ പറയണേ ഹരിത. ഓക്കെ,
നമ്മളിപ്പോ കൊടുത്ത മേവൻ ക്ലീൻ ആയിരുന്നോ? Maven clean. ഇത് നെറ്റിന്റെ ഇഷ്യൂ അല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഷെയർ ചെയ്യാൻ പറ്റുമോ സ്ക്രീന്? ഞാൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സമ്മർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് മേവൻ ക്ലീൻ. ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണ്. ടെർമിനേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. മേവൻ ക്ലീൻ വർക്ക് ആവുന്നില്ല അല്ലേ? റൈറ്റ് ക്ലിക്ക് ചെയ്തേ റൺ ആസ്. കോഡിന്റെ എന്തെങ്കിലും ആണോ? കോഡിന്റെ അല്ല അത്. മേവൻ ബിൽഡ് കൊടുത്തേ. ഏതാ ഇത്? ആദ്യത്തെയാണോ? ഫസ്റ്റ് വൺ കൊടുക്കും. വെയിറ്റ് 1 സെക്കൻഡ്. ഇവിടെ ഗോൾസിൽ കൊടുത്തേ ക്ലീൻ സ്പേസ് ഇൻസ്റ്റാളിന് കൊടുത്തേ. ക്ലീൻ സ്പേസ് ഇൻസ്റ്റാൾ. അപ്ലൈ റൺ കൊടുത്തേടാ. സ്റ്റിൽ സെയിം ആണോ? ക്ലീൻ ഇൻസ്റ്റാൾ വർക്ക് ആവുന്നില്ലല്ലേ? ചെക്ക് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് എന്താ ഇഷ്യൂന്നേ. ഒന്ന് നിന്റെ എക്ലിപ്സ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കേടാ. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ പോകാൻ പറ്റും. എന്താ ചെയ്യണ്ടേ? ക്ലീൻ ആണോ മേവൻ ക്ലീൻ. ഇൻസ്റ്റാൾ ആണോ? റൺ ആസ് മേവൻ ക്ലീൻ. ഓക്കെ. ഈ റൈറ്റ് സൈഡിൽ എന്തോ ഇതായിരുന്നു പക്ഷെ ഇല്ല ടെർമിനേറ്റ് ആയിട്ടുണ്ട് അത്. ഒരു വട്ടം കൂടെ ഒബ്സ്ക്യൂർ പ്രൊജക്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തടാ. മേവനിൽ അപ്ഡേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്ഡേറ്റ് പ്രൊജക്റ്റ്. അതിൽ ഫോഴ്സ് അപ്ഡേറ്റ് ഓഫ് സ്നാപ്ഷോട്ട്സ്. ഓക്കെ കൊടുത്തേ. ഇത് തന്നെയല്ലേ ഒബ്സ്ക്യൂറ? ഒബ്സ്ക്യൂർ പ്രൊജക്റ്റ് അത് മാത്രം ഒന്ന് അപ്ഡേറ്റ് ആവട്ടെ കേട്ടോ. ഓക്കെ. അപ്ഡേറ്റ് ആയല്ലോ. ഇനി ഒരു വട്ടം കൂടെ റൺ ആസ് ക്ലീൻ ഇൻസ്റ്റാൾ റൺ ആസ് മേവൻ ക്ലീൻ കൊടുത്തേ. എവിടോ SRCയിൽ എന്തോ എററാണ് എടുക്കുന്നത്. എന്താ ടെസ്റ്റിൽ എന്താ എറർ നോക്കട്ടെ. അത് ഒന്നും കാണുന്നില്ല. ടെസ്റ്റിലല്ലേ SRC ടെസ്റ്റ് റിസോഴ്സസ് ഓപ്പൺ ചെയ്താലേ SRC ടെസ്റ്റ് ജാവ എക്സ്പാൻഡ് ചെയ്തേ.
അല്ല ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ല മുകളിൽ ഏത്? SRC ടെസ്റ്റ് ജാവ. ഓക്കെ ഓക്കെ. എടുക്കുന്നുണ്ടല്ലോ. അന്ന് ഞാൻ എന്തോ വേർഷൻ എന്തോ ചേഞ്ച് ചെയ്ത് അപ്പോഴായിരുന്നു ഈ ഇഷ്യൂ മാറിയത്. ഈ അപ്ഡേറ്റ് ഈ അപ്ഡേറ്റ് പ്രോജക്റ്റ് ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും വരുമോ? റീസെറ്റ് ആവും എന്തെങ്കിലും? എല്ലാം റീസെറ്റ് ആവും. അത് തിരിച്ചു വരുമോ അത്? അതോ നമ്മൾ പിന്നെയും കൊടുക്കേണ്ടി നമ്മൾ വരും? പിന്നെയും കൊടുക്കണം. അതന്ന് എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നെ? അത് എന്തൊരു ഓപ്ഷൻ ആയിരുന്നു, അത് നോക്കിയാൽ മനസ്സിലാവും. അത് ഞാൻ ചെയ്തോളാം. ഇത് കിടക്കുന്നോണ്ട് ഇഷ്യൂ എന്തെങ്കിലും വരും? ഇത് കിടക്കുന്നതിനോണ്ട് വർക്ക് ആകത്തില്ല. കോഡ് എക്സിക്യൂഷൻ വർക്ക് ആകത്തില്ലടാ. ആണോ? നോട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കോ? ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഇത് ചെയ്യണോ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ ചെയ്ത വർക്ക് ആകത്തില്ല. ആണോ? എക്സിക്യൂട്ട് ചെയ്യണടാ. സ്റ്റെപ്പ് നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ ഹരിത. ചെയ്യാം. ഭാഗ്യ ഷെയർ ചെയ്താൽ മതി. നീ ഷെയർ സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തേ ഭാഗ്യ. POM-XML റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് മേവൻ ഇൻസ്റ്റാൾ. ഹരിത ഏത് വേർഷനിലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ? 1.8 ആണെന്ന് തോന്നുന്നു. ഞാൻ ChatGPT നോക്കിയ ക്വറി ഉണ്ടാവുന്നു. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്തേ, വിൻഡോ പ്രിഫറൻസസ് എടുത്തേ. ഓക്കെ, എന്താ എറർ അടിച്ചാൽ നോക്കട്ടെ ഭാഗ്യ. 1 സെക്കൻഡ് എടാ. ഭാഗ്യക്ക് എന്താ എറർ നോക്കട്ടെ. ബിൽഡ് ഫെയിലിയർ മോഡിലേക്ക് പോട്ടെ. ടാർഗറ്റ് ക്ലാസസ്. ഓക്കെ, കുറച്ചുകൂടെ മുകളിലേക്ക് പോയിക്കേ. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തേടാ. Fatal error compiling, illegal access error. ഓക്കെ ഫൈൻ. ലോംബോക് പ്രോസസ് എറർ അടിച്ചല്ലേ? ഓക്കേടാ. ഇനി ഞാൻ ഈ തരുന്ന POM-XML എൻട്രി ഒന്ന് POM-XML ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഇത് ഡിപ്പെൻഡൻസിയുടെ താഴെ കേട്ടോ. ഡിപ്പെൻഡൻസി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് /dependencies കഴിഞ്ഞിട്ട് ഇത് പ്ലേസ് ചെയ്യണേ. ഞാനും ചെയ്യണോ? നീയും പ്ലേസ് ചെയ്തോ, ഹരിതയും പ്ലേസ് ചെയ്തോ. ബിൽഡ് തൊട്ടേ ആദ്യത്തെ ഡിപ്പെൻഡൻസി നമ്മുടെ നോർമൽ ഡിപ്പെൻഡൻസീസിന്റെ അകത്ത് തന്നെ പ്ലേസ് ചെയ്യുക. ഈ ബിൽഡ് എന്ന് പറഞ്ഞ ടാഗ് ഡിപ്പെൻഡൻസീസ് കഴിഞ്ഞ് പ്ലേസ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തേടാ. ബിൽഡ് കഴിയട്ടെ. ഇത് വേണോ? വരട്ടെ, അത് കംപ്ലീറ്റ് ആവട്ടെ.
ഡിപ്പെൻഡൻസിയുടെ ക്ലോസ് ടാഗിന് ശേഷമാണോ ഏതാടാ മറ്റേ ബിൽഡ് ടാഗ് കൊടുക്കേണ്ടത് ഡിപ്പെൻഡൻസീസിന്റെ ക്ലോസിംഗ് ടാഗ് കഴിഞ്ഞിട്ട്. ഓക്കെ ഇനി കൊടുത്തോ, മേവൻ ക്ലിക്ക് കൊടുത്തോ ആദ്യം, എന്നിട്ട് മേവൻ ഇൻസ്റ്റാൾ കൊടുത്തു. മേവൻ ക്ലീൻ കൊടുത്തിട്ടല്ലേ? അടുത്തത് മേവൻ ഇൻസ്റ്റാൾ. ഓരോട്ട് അലോ കൊടുത്തേടാ. നമ്മൾ ടെസ്റ്റ് കേസ് ഓരോന്ന് എക്സിക്യൂട്ട് ആവുന്നതാണ്ടോ. അതിൻ്റെ ഉള്ളിൽ ഹരിത സ്ക്രീൻ ഷെയർ ചെയ്തേ. ഹരിത സ്ക്രീൻ ഷെയർ ചെയ്തേടാ. വിൻഡോ പ്രിഫറൻസസ് എടുത്തേ. നിരഞ്ജന പ്രിഫറൻസസ് ജാവ ഇൻസ്റ്റാൾഡ് JREs ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ JREs ക്ലിക്ക് ചെയ്തേ. JDK 90 അന്ന് JDK 1.80 ആക്കി കൊടുത്തോ. അല്ല ഇവിടെ അല്ലായിരുന്നെന്ന് തോന്നുന്നു. മാറ്റി കൊടുക്ക്, JDK 1.8 ആക്കി കൊടുത്തേ. വെയിറ്റ് നോ കംപ്ലൈൻസ് ഓഫ് ജാവ ലെവൽ 18. ഓക്കെ, ജാവ JDK 19 തന്നെ കൊടുത്തേ. അപ്ലൈ. അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുക്കണം. അപ്ലൈ ആൻഡ് ക്ലോസ്. ഒരോട്ടം കൂടെ മേവൻ ക്ലീൻ കൊടുത്തേ. ടെർമിനേറ്റർ തന്നെയാണ്. ഒരോട്ടം കൂടെ ഇപ്പൊ വിൻഡോസ് എറർ പോയല്ലോ. നമ്മൾ മറ്റേ ഇത് ചെയ്തത് കൊണ്ടാണോ? JDK ഫിക്സ് ചെയ്തതാണത്. ഓ ശരി ശരി. വിൻഡോ പ്രിഫറൻസ് ഒന്നുകൂടെ എടുത്തേ. ജാവയിൽ കമ്പൈലർ എടുത്തേ. ഇതായിരുന്നെന്ന് തോന്നുന്നു അന്ന് ഞാൻ ചെയ്ത ഈ സംഭവമാണ് അന്ന് സെറ്റ് ചെയ്തത്. 18 അല്ലേ ഈ ലിസണർ. ഓക്കെ, ജാവ 18 തന്നെയാണ് കിടക്കുന്നത് എങ്കിൽ ഇനി തിരിച്ച് നമ്മുടെ ഇൻസ്റ്റാൾ JREsലേക്ക് വന്നേടാ. JREsലേക്ക് വന്നിട്ട് അവിടെ ഇൻസ്റ്റാൾ JRE എക്സ്പാൻഡ് ചെയ്ത് എക്സിക്യൂഷൻ എൻവയോൺമെന്റ് വേണ്ട, ഇൻസ്റ്റാൾ JREs തന്നെ എടുത്തോ.
അതിൽ ജാവ 1.80 ഒന്നാക്കി കൊടുത്തേ. JRE ഇതോ JRE ഇത് ആ does not support. ഓക്കെ, അത് എടുക്കണ്ട. JRE ക്ലിക്ക് ചെയ്ത് നോക്കിയെന്നാ 1.8 സപ്പോർട്ട് ചെയ്യുന്നില്ല. JDK 190 മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? ഓക്കെ, എടാ ഒരു കാര്യം ചെയ്തേ, ജാവയുടെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്തേ ഹരിത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെൻകിൻസ് വെച്ച് ചെയ്യാം കേട്ടോ ഹരിതടയിലെ. ഭാഗ്യ ഈ സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹരിതയും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്താലും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ടെസ്റ്റ്എൻജി XML തന്നെയാണോ? ടെസ്റ്റ്എൻജി XML തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ടെസ്റ്റ്എൻജി XML എന്നില്ല, നമ്മുടെ SRC ടെസ്റ്റിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടോ എല്ലാറ്റിനെയും. SRC ടെസ്റ്റ് SRC ടെസ്റ്റ് ജാവ ഇല്ലേടാ? SRC ഇതല്ലേ ടെസ്റ്റ് ജാവ? SRC ടെസ്റ്റ് ജാവ അതന്നെ. പക്ഷെ ഇതിനകത്ത് ഇപ്പോ ഒരെണ്ണല്ലേ എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ? എല്ലാം എക്സിക്യൂട്ട് ആയില്ലേ? ഇല്ല, ഒരെണ്ണം എക്സിക്യൂട്ട് ആയുള്ളൂ. അപ്പൊ ഞാൻ ടെസ്റ്റ്എൻജിയിൽ ഞാൻ ആക്ച്വലി ഇന്നലെ എല്ലാം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, മറ്റേ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം പോയിട്ട് ഇത് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണം. കുഡ് ബി. ആക്ച്വലി അത് സക്സസ് ആണോ ഫെയിലിയർ ആണോ? ഇത് സക്സസ് ആണ്. സക്സസ് ആണ്. ഓക്കെ, ടെസ്റ്റ്എൻജി XMLന് അതിന്റെ ബൈ ഇന്റേണലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് CMD അല്ലേ? ഓക്കെ, ഇനി CMD എടുത്തേടാ. ഞാനാണോ? പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഇൻ കൊടുത്തേ. ടെർമിനലാണ്. ഷോ ഇൻ സിസ്റ്റം എക്സ്പ്ലോറർ. എവിടെയാണ്? ഷോ ഇൻ സിസ്റ്റം എക്സ്പ്ലോറർ. ആ പാത്ത് ഒന്ന് മുകളിൽ കോപ്പി എടുത്തേടാ, ഗ്രോസറി ആപ്ലിക്കേഷൻ വരെയുള്ള പ്രൊജക്റ്റിന്റെ പാത്താണ് അത്. CD സ്പേസ് ടൈപ്പ് ചെയ്തോളൂ. CD സ്പേസ് പേസ്റ്റ് ചെയ്യുക പാത്തിനെ അവിടെ. വേണ്ട കോഡ്സ് ഒന്നും വേണ്ട, വെറുതെ പ്ലേസ് ചെയ്താൽ മതി. എൻ്റർ എടുക്കുക. CD സ്പേസ് കഴിഞ്ഞാൽ അങ്ങനത്തെ അല്ലേ കൊടുത്തിട്ടുള്ളേ? ഓക്കെ. ഇനി അവിടെ ടൈപ്പ് ചെയ്തോടാ MVN സ്പേസ് ക്ലീൻ. MVN
സ്പേസ് ക്ലീൻ. സ്പേസ് ആണ്, ഹൈഫൺ ഇല്ല. എൻ്റർ അടിക്കും. ബിൽഡ് ഫെയിലിയർ അല്ലേ? സക്സസ് അല്ലേ ഇത്? സക്സസ് സെൻഡ് ചെയ്തു. ഹരിതയ്ക്ക് മറ്റേ JRന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാട്ടോ സക്സസ് ആവാതെ. ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ ഷെയർ ചെയ്യുന്നത്? വേണ്ട, കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് മെംവിയൻ സ്പേസ് ഇൻസ്റ്റാൾ. നമ്മൾ അവിടെ എക്ലിപ്സിൽ പോയി ചെയ്യുന്നതിന് പകരമാണോ ഇവിടെ ചെയ്യുന്നത്? അങ്ങനെയാണോ? അതെ. ഹലോ കൊടുക്കണോ? ഭാഗ്യ കാണാൻ പറ്റുന്നില്ലടോ സ്ക്രീനില് ആവുന്നത്. ബിൽഡ് സക്സസ് അല്ലേ? സോ നമുക്ക് 2 തരത്തിലുള്ള എക്സിക്യൂഷൻ നമ്മൾ നോക്കി. ഇനി തേർഡ് കൈൻഡ് ഓഫ് എക്സിക്യൂഷൻ ആണ് ജെൻകിൻസ്. ജെൻകിൻസിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ജെൻകിൻസ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ജെൻകിൻസ്? ഡെഫിനിഷൻ അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. അറിയായിരുന്നു. കുഴപ്പമില്ല. സോ ജെൻകിൻസ് എന്ന് വെച്ചാൽ ഒരു ഓട്ടോമേറ്റഡ് CI/CD ടൂൾ ആണ്. അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ജെൻകിൻസ്. എന്തായിരുന്നു? Tool used to perform continuous integration and continuous deployment. Continuous integration and continuous deployment. Okay. So Jenkins support ചെയ്യുന്ന ജാവ വേർഷൻസ് എന്ന് പറയുന്നത് ഫ്രം ജാവ 17 അല്ലെങ്കിൽ 21 ആണ്. ഭാഗ്യയുടെ ജാവ വേർഷൻ ചെക്ക് ചെയ്തേടാ. ഏതാണ് വേർഷൻസ്? ഏതൊക്കെയാ? ജാവ 17ഉം 21ഉം. അപ്പൊ ഇത് എനിക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? മീൻസ് എനിക്ക് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതില് ജെൻകിൻസിൽ ചെയ്ത് നോക്കാം. 17 മുതൽ 17 and 21. അല്ല, പക്ഷെ എനിക്ക് 19 എന്തോ അല്ലേ കിടക്കുന്നത്? അല്ലായിരുന്നല്ലേ? 17 CMD 17 ആ. അവിടെ ജസ്റ്റ് ചെക്ക് ചെയ്തേടാ, ജാവ വേർഷൻ ചെക്ക് ചെയ്തേടാ. ഇതിൽ നോർമലി ഉള്ള CMDയിൽ ചെക്ക് ചെയ്യടാ. ഇത് കിടക്കുന്ന ഗ്രോസറി അപ്ലിക്കേഷന്റെ അകത്തല്ലേ? നോർമൽ CMDയിൽ ചെക്ക്. ആണ്. 25ഉം ഓൾമോസ്റ്റ് സപ്പോർട്ടഡ് ആണ് കേട്ടോ. നോക്കാം, സപ്പോർട്ടഡ് അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കിയിട്ട് ചെയ്യാവേ. 25 ഇപ്പൊ റീസെന്റ് സപ്പോർട്ടഡ് ആയിട്ടുണ്ട്, നമുക്കത് ചെക്ക് ചെയ്യാം. ജെൻകിൻസ് ഓൾറെഡി ഉണ്ടായിരുന്നോ ഭാഗ്യടയില്? ജാവയിൽ ചെയ്തിട്ട് ജെൻകിൻസിന്റെ പാസ്വേഡ് അറിയാമോടാ? ഒന്ന് നോക്കുവോ പാസ്വേഡ്? അപ്പോഴേക്കും ഞാൻ അവളുടെ ഹരിതയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹരിതയ്ക്ക് ജെൻകിൻസ് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ? ഉണ്ടെന്ന് അതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? മുമ്പ് ഉണ്ടായിരുന്നു എനിക്ക് എന്നാ എനിക്ക് തോന്നുന്നേ. ഉണ്ടോ? എനിക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്തേ, CMDയിൽ വന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ്സിൽ പോയി സെർച്ച് ചെയ്ത് ഏതെങ്കിലും വാർ ഫയൽ ഉണ്ടോന്ന്. ഡൗൺലോഡ്സിൽ എവിടെയെങ്കിലും jenkins.var എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടോന്ന് ചെക്ക് ചെയ്തേടാ.
ഏതാണോ? jenkins.var ഫയൽ ഉണ്ടോ? അങ്ങനെ കാണുന്നില്ല. Jenkins. ജെൻകിൻസ് എവിടെയോ ഇൻസ്റ്റാൾഡ് ആണല്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്തേ, ജെൻകിൻസിന്റെ ആ വിൻഡോസ് ഇൻസ്റ്റാളർ പാക്കേജിൽ ക്ലിക്ക്, വിൻഡോസ് ഇൻസ്റ്റാളർ പാക്കേജ് MSI ആയിട്ടല്ലേ, നമുക്ക് വാർ ഫയൽ ആയിട്ട് ചെയ്യാടോ, അതാ ബെറ്റർ. ശരി. ഓക്കെ. ഇത് ക്രോമിൽ വന്നിട്ട് jenkins.io എന്ന് സെർച്ച് ചെയ്തേ. jenkins.io. താഴെ വാ. തന്നെ ഡൗൺലോഡ് ആണോ? ഡൗൺലോഡ്. താഴെ വാ. LTS generic java package.var. സെലക്ട് ചെയ്തേ. കോപ്പി ആണോ അതോ സെലക്ട് ചെയ്താൽ മതി? സെലക്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി. ഡൗൺലോഡ് ആവുന്നുണ്ട് വാർ ഫയൽ. ചിലപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരില്ലേ? പാസ്വേഡ് ഓർമ്മയുണ്ടോടാ ഹരിത? ഇല്ല. അങ്ങനെയാണെങ്കിൽ പണിയാണ്, നോക്കാം. മീൻവൈൽ ഭാഗ്യയുടെ ജെൻകിൻസ് എവിടെയാ കിടക്കുന്ന? ഡൗൺലോഡ്സിലാണോടാ? അതൊക്കെ നോക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവോ ജെൻകിൻസ്? സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ജെൻകിൻസ് MSI ഫയൽ ആയിട്ടാണല്ലേ? അല്ല, MSI ആണെങ്കിൽ അതിൽ എന്തോ ചെയ്തിരുന്നു അന്ന്, എന്താന്ന് പക്ഷെ ഞാൻ മറന്നുപോയി. ഓക്കെ, 1 സെക്കൻഡ് ഏടാ. ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ അവിടെ ഒന്നും ചെയ്യണ്ട. CMD ടൈപ്പ് ചെയ്യാം. ഇത് പാത്തിനകത്ത് നിൽക്കുക. അതിൽ തന്നെയാണോ? അതല്ല, നോർമൽ CMD എടുക്കടാ. ഇവിടെ അല്ലേ? ഭാഗ്യ പോയിട്ട് ഭാഗ്യയുടെ MSI ഫയൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തേ. ഹരിത ടൈപ്പ് ചെയ്യുക CD ഡൗൺലോഡ്സ്. ക്യാൻസൽ ചെയ്യൂ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തേ. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തേ. ഷോ മോർ ഓപ്ഷൻസ്. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്ഷൻ ഇല്ലേ? നോക്കാവേ. ഒരു കാര്യം ചെയ്തേ, ലോക്കൽ HTTP ഭാഗ്യ വന്നിട്ട് ക്രോമില് ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080 സെർച്ച് ചെയ്തേ. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട്
ലോക്കൽ ഹോസ്റ്റ് HTTP ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080 ഓക്കെ ഓക്കെ ഇതുണ്ട്. കോളൻ 8080. ഹരിതയും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയടാ. ലോക്കൽ ഹോസ്റ്റ് കോൾ 8080 എന്ന് ക്രോമിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട്. യെസ്, സൈൻ ഇൻ ചെയ്തേ ഭാഗ്യ. ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080. ജെൻകിൻസിന്റെ യൂസർ നെയിം പാസ്വേഡ് ഒന്ന് ഓർത്ത് നോക്കിയടാ ഹരിത. ഇത് നമുക്ക് പാസ്വേഡ് ഒന്നും റീസെറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. പറ്റത്തില്ല. നീ ഇനിയിപ്പോ വാർ ഫയൽ വെച്ച് ചെയ്താൽ നിനക്ക് പറ്റത്തില്ല. കാരണം ഓൾറെഡി നിന്റെ അക്കൗണ്ടിൽ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ലോക്കൽ ഹോസ്റ്റ് കോളിന് 8080. അത് ഓവറായിട്ട് ആയി പോവില്ല. നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യോടാ. ഓക്കെ, നോക്കട്ടെ. യെസ്, ഓക്കെ. മീൻ വൈൽ ഭാഗ്യ ന്യൂ ഐറ്റം. ജസ്റ്റ് നെയിം കൊടുക്കും. ഗ്രോസറി ആപ്ലിക്കേഷൻ നെയിം കൊടുക്കും. ഏവൻ പ്രൊജക്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ കൊടുക്കടാ. ഓക്കെ ക്ലിക്ക് ചെയ്തായിരുന്നോ? ഒരു സെക്കൻഡ്. ഇവിടെ നമ്മുടെ ഗിറ്റ് ഹബ് ഒന്ന് ഓപ്പൺ ചെയ്തേടാ. നമ്മുടെ ഗ്രോസറി ആപ്ലിക്കേഷന്റെ URL അല്ലേ, ഒന്ന് അവിടെ പ്ലേസ് ചെയ്തേ. ഇവിടെയാണോ? SCM സോഴ്സ് കോഡ് മാനേജ്മെന്റിലേക്ക് വരൂ. ഗിറ്റ് സെലക്ട് ചെയ്യുക. റെപ്പോസിറ്ററി URL ഉണ്ട്, അവിടെ പാസ് ചെയ്യാം. നോട്ട് ചെയ്തോ. നോട്ട് ചെയ്തോ. ഹരിത ഒരു കാര്യം ചെയ്യോടാ. ഹരിതയെ നോട്ട് ചെയ്യോ, എന്നിട്ട് ജസ്റ്റ് പാസ്വേഡ് ഒന്ന് റിട്രീവ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കൂടാ. പാസ്വേഡ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് മുമ്പ് ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തതാ. അതിന്റെ ബുക്സും കാര്യങ്ങളും ഒക്കെ എവിടാന്നില്ല എനിക്കറിയില്ല. അതാ പ്രശ്നം. എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അതായത് പാസ്വേഡ് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ നോക്കട്ടെ ഹരിത. അതെങ്ങനെ റീസെറ്റ് ചെയ്യാൻ പറ്റാ ഞാൻ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് കോണ്ടാക്ട് ചെയ്യാവേ ഞാന്. നോർമലി ഇങ്ങനെ ഇഷ്യൂസ് വരാറില്ല നമുക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഹരിത ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തോടാ. ഇത്രയും വരെ ഇത് മാത്രം ചെയ്താൽ മതി ഇതിനകത്ത്? അല്ല ഇനിയുണ്ട് ചെയ്യാൻ. ഇല്ല, നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇനി ബ്രാഞ്ച് സ്പെസിഫയറിൽ മാസ്റ്റർ മാറ്റി മെയിൻ ആക്കി കൊടുത്തേ. താഴെ വാടാ. താഴേക്ക് വന്നേ. ഇത് നമ്മൾ അവിടെ ഈ ഗിഫ്റ്റിൽ ഇത് മെയിൻ ഉള്ള ആയതുകൊണ്ടല്ലേ നമ്മൾ അതവിടെ ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മെയിൻ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആണ്, മാസ്റ്റർ അല്ല. നെക്സ്റ്റ് ബിൽഡ് പീരിയോഡിക്കലി. അവിടെ
ഞാൻ ഒരു ക്രോൺ ജോബ് തരാം, അത് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ഈ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുന്നില്ലേ, ഈ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രോൺ ജോബ്. സോ അതിന്റെ ഫോർമാറ്റ് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേ ഓഫ് വീക്ക്, മന്ത്, ഡേ ഓഫ് മന്ത്, അവർ, മിനിറ്റ്. നമ്മൾ സ്റ്റാർ എന്ന് കൊടുത്താൽ എവരി എന്നാണ് മീനിങ്. നമ്മൾ ഫസ്റ്റിന് സ്റ്റാർ കൊടുത്താൽ അതിന്റെ മീനിങ് എവറി ഡേ ഓഫ് വീക്ക്. മന്ത് ആണെങ്കിൽ എവറി മന്ത്. മനസ്സിലായടാ? ഡേ ഓഫ് വീക്ക്, ഡേ ഓഫ് മന്ത്, ഡേ ഓഫ് വീക്ക്. അല്ല ആ ഓർഡർ എന്തായിരുന്നു? ഡേ ഓഫ് വീക്ക്, മന്ത്, ഡേ ഓഫ് മന്ത്, hour, minute. ഇതെന്താ ഇപ്പൊ പറഞ്ഞേ? ക്രോൺ ജോബ് എന്ന് പറയും നമ്മള്. അതായത് നമ്മൾ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുന്നതിന്, നമ്മളിപ്പോ ഒരു ബിൽഡ് പീരിയോഡിക്കലി എന്ന് നമ്മൾ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുന്നില്ലേ, അതായത് ഫസ്റ്റ് ടൈം ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് എനിക്കിത് ബൈ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, ഈ ഒരു സ്പെസിഫിക് ടൈം ആവുമ്പോൾ ബിൽഡ് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രോൺ ജോബ് സെറ്റ് ചെയ്യും. ക്രോൺ ജോബിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ പറഞ്ഞത്. സോറി, ഞാൻ പറഞ്ഞ ഫോർമാറ്റ് തിരിഞ്ഞുപോയി കേട്ടോ. മിനിറ്റ്, അവർ, ഡേ ഓഫ് മന്ത്, മന്ത്, എവറി വീക്ക്, ഡേ ഓഫ് വീക്ക്. ഞാൻ ചാറ്റിൽ ഇട്ട് തരാം. 1 സെക്കൻഡ്, ഞാൻ പറഞ്ഞ ഓർഡർ തിരിഞ്ഞുപോയായിരുന്നു. ഫസ്റ്റ് വൺ is minute, then is hour, then day of month, day of week. ഞാൻ തരുന്ന ക്രോൺ ജോബ് എന്ന് വെച്ചാൽ (0 17 എന്ന് വെച്ചാൽ എത്രയാണ് നമ്മുടെ ടൈം? 5. ഡേ ഓഫ് മന്ത് എവറി ഡേ, മന്ത് എവറി മന്ത്, എവറി ഡേ ഓഫ് വീക്ക്. എവറി ഡേ ഓഫ് വീക്ക് 17 എന്ന് പറഞ്ഞ ടൈമിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായടാ? അതും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് ഈ ടൈമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ടൈമിന്റെ ഉള്ളിൽ, അതായത് ഇന്ന് 5 PM നോക്കുമ്പോൾ എൻ്റെ കറണ്ട് റെപ്പോസിറ്ററിയിൽ എന്തെങ്കിലും അഡീഷണൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ബിൽഡ് ട്രിഗർ ചെയ്യും. മനസ്സിലായടാ? ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ ബിൽഡ് പീരിയോഡിക്കലി മാത്രം കൊടുത്താൽ. ഇനി താഴെ പാടാ പോൾ SCM കൂടെ കൊടുത്തിട്ടോ കേട്ടോ. ഓക്കെ, പോൾ SCM വേണ്ട, പോൾ SCM കൊടുക്കണ്ട, കുഴപ്പമില്ല, വിട്ടോളൂ. പോൾ SCM കൊടുക്കണ്ട. ഇനി നെക്സ്റ്റ് പ്രീ സ്റ്റെപ്സ്. എൻവയോൺമെന്റ് വേണ്ട, ബിൽഡ് ഗോൾസ് ആൻഡ് ഓപ്ഷൻസിൽ ടൈപ്പ് ചെയ്തോളൂ. ക്ലീൻ സ്പേസ് ഇൻസ്റ്റാൾ. സ്പേസ് ടൈപ്പ് ചെയ്യണ്ട, ഞാൻ ക്ലീൻ ഇൻസ്റ്റാളിന് മുന്നിടയിൽ സ്പേസ് എന്നാ പറഞ്ഞ, സ്പേസ് അടിച്ചു പോയായിരുന്നു. ഓക്കെ, ഞാൻ ക്ലീൻ സ്പേസ് ഇൻസ്റ്റാൾ അല്ലല്ലോ അത്. ഓക്കെ, ബിൽഡിൽ ടൈപ്പ് ചെയ്തു.
ഇനി സേവ് ചെയ്യടാ. ഓക്കെ, ഒരു സെക്കൻഡ്. ഇത് നമ്മൾ കൊടുക്കുന്ന ആ കമാൻഡ് ആണോ ഇത്? അതോ യെസ്, നമ്മൾ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ക്ലീൻ ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുന്നേ മേവൻ സ്പേസ് ക്ലീൻ, മേവൻ സ്പേസ് ഇൻസ്റ്റാൾ കൊടുത്തില്ലേ, ആ അതിന് പകരം. ഇത്ര ഉള്ളോ? യെസ്, സേവ്. സേവ്. ബിൽഡ് നൗ കൊടുത്തേടാ. ബിൽഡ് നടക്കട്ടെ. ഹരിതയുടെ നോക്കട്ടെ കേട്ടോ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. ഓക്കെ ഓക്കെ. മീൻവേ ഒന്ന് ട്രൈ ചെയ്യണേടാ. എവിടെയെങ്കിലും പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ടോ ഒന്ന് ചെക്ക് ചെയ്യണേ. ചിലപ്പോ നമ്മുടെ ഞാൻ സിസ്റ്റത്തിൽ തന്നെ നോക്കാം. എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കലി സേവ് ആവില്ല പാസ്വേഡ്? പാസ്വേഡ് ഓട്ടോ സേവ് ആവത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ? ആക്ച്വലി ഇങ്ങനെ സിറ്റുവേഷൻസ് കമ്പനീസിൽ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ അതിന്റെ ടീം ഉണ്ട്. അതായത് എൻ്റെ റീസെറ്റ് ചെയ്യുന്ന പോലെ ടീം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അതും വേറൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ കമ്പനീസിൽ നമ്മളല്ല ജെൻകിൻസ് ലോഡ് ചെയ്യുക. ജെൻകിൻസ് ലോഡ് ചെയ്യാൻ വേറൊരു ടീം തന്നെ ഉണ്ടാവും. മനസ്സിലായോടാ? ഇതിപ്പോ നമ്മളല്ലേ ചെയ്യുന്നേ. ഓക്കെ ഓക്കെ. അത് നമ്മളല്ല ചെയ്യുക ആക്ച്വലി കമ്പനീസിൽ നമ്മൾ എപ്പോഴാ ചെയ്യാന്ന് വെച്ചാല്, നമ്മളിപ്പോ ലെറ്റ്സ് സേ നമ്മളിപ്പോ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു സിനാരിയോ ഞാൻ പറഞ്ഞാല്, നമ്മൾ ചില സമയത്ത് എന്താ പറയുക, നമ്മൾ ഹോട്ട് ഫിക്സസ് എന്ന് പറയും. അതെന്താ ഫെയിലിയർ ആയെന്ന് നോക്കിയടാ. അതെടുത്ത് 1 ക്ലിക്ക് ചെയ്തേ ഭാഗ്യ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഒന്നെടുത്തേ കൺസോൾ ഔട്ട്പുട്ട്. അപ്പോൾ അവരെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, ചില സമയത്ത് നമ്മുടെ ഈ ഹോട്ട് ഫിക്സസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ CA ടീമിന് വരെ വെയിറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടായിന്ന് വരില്ലേ എല്ലായ്പ്പോഴും. മനസ്സിലായോ? എല്ലായ്പ്പോഴും നമ്മൾക്ക് ഇവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ ടൈം കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല നമ്മൾ ബിൽഡ് ട്രിഗർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. ഓക്കെ, ഇവിടെ ഫെയിലിയർ വന്ന് നോക്കട്ടെ. കമ്പയറിംഗ് 12. ഓക്കെ എടാ, ഒരു കാര്യം ചെയ്ത ഭാഗ്യ, നമ്മൾ ഈ ചെയ്ത സെയിം സ്റ്റെപ്പ് ഒരു വട്ടം കൊണ്ട് ബിൽഡ് ട്രിഗർ ചെയ്യണം. അതിന് മുൻപ് എന്ത് ചെയ്യണം വെച്ചാ, ഇപ്പൊ നമ്മളൊരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്തില്ലായിരുന്നോ? പുഷ് ചെയ്തില്ല. കോഡ് പുഷ് ചെയ്യണം. കോഡ് പുഷ് ചെയ്യോടാ.
ഞാൻ ഒരു വട്ടം കൊണ്ട് ബിൽഡ് ട്രിഗർ ചെയ്തേ. ബിൽഡ് ട്രിഗർ ആയിക്കോട്ടെ. സോ നിങ്ങൾക്ക് നാളെ ഹരിതയ്ക്കും ഭാഗ്യയ്ക്കും നാളെ ഇന്റേണൽ ഡെമോ ഞാൻ സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടേടാ. ഓക്കെ. സോ ഇന്റേണൽ ഡെമോയിൽ നമ്മൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത് ഒരു നോർമലി നിങ്ങൾ എങ്ങനെയാണോ ഒരു പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യുന്നത് അത് അതേപോലെ തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ. നിരഞ്ജന, അത് മൺഡേ വല്ലതും ആക്കാൻ പറ്റുമോ? എന്റേത് എന്താ വെച്ചാൽ എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എങ്കിൽ ഞാൻ പ്രിപ്പയർ മൺഡേയിലേക്ക് ഷെഡ്യൂൾ ചെയ്തോണ്ടിരിക്കും. ചെയ്യട്ടെ? എങ്ങനെ? മൺഡേയിലേക്ക് ഷെഡ്യൂൾ ചെയ്യട്ടെ? മൺഡേയിലേക്ക്. അതാകുമ്പോ എനിക്ക് നോക്കാനും ടൈം കിട്ടും. ഓക്കെ ഫൈൻ. എങ്കിൽ മൺഡേയിലേക്ക് ഞാൻ സ്കെഡ്യൂൾ ചെയ്യാം. സോ മൺഡേയിലേക്ക് സ്കെഡ്യൂൾ ചെയ്യുന്നേരെ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എൻ്റെ പ്രൊജക്ട് സ്ട്രക്ചർ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ. അതിൽ നിങ്ങൾ ഫസ്റ്റ് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് ഇവിടെ നിന്നല്ല, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂവിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും നിങ്ങൾ ഈ പ്രൊജക്ട് പ്രസന്റ് ചെയ്യുമ്പോഴും പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നിങ്ങൾ യൂസ് ചെയ്ത പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ. നിങ്ങൾ യൂസ് ചെയ്ത പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് ഏതാണ്? മേവൻ. ഓക്കെ. ചാറ്റിൽ ഇട്ട് തരാം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതൊക്കെ ഒന്ന്. പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ യൂസ് ദിസ് മേവൻ. ഫ്രെയിംവർക്ക് use this TestNG with data driven framework. Design pattern implemented is page object model. Okay. ഈ 3 കാര്യങ്ങളും നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് എക്സിക്യൂഷൻസ് പെർഫോംഡ് using CMD, OMXML and Jenkins. നമ്മൾ ഈ 3 മെത്തേഡിലും എക്സിക്യൂഷൻ യൂസ് ചെയ്ത കമാൻഡ് ഏതായിരുന്നു? ക്ലീൻ ഇൻസ്റ്റാൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ എൻറ്റയർ പ്രൊജക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. നിങ്ങളുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കറക്ഷൻസ് പറഞ്ഞുതരാം കേട്ടോ മൺഡേയിലേക്ക്. അപ്പൊ മൺഡേ 7 ജോയിൻ ചെയ്തോളൂ കേട്ടോ മൺഡേ. ഓക്കെ ശരി. ഇന്നത്തെ റെക്കോർഡിംഗ് അയക്കാടാ. ഇതിന് എന്ത് ചെയ്യേണ്ടത് നമ്മള്?